നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഭയന്നത് തന്നെ സംഭവിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി ഭാവി എന്ത് എന്ന് ക്ലബ്ബുകൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. അവർ പ്രവർത്തനങ്ങൾ നിർത്തുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇനി എന്നാണ് കളി എന്ന് പോലും ധാരണയില്ലാതെ ട്രെയിനിങ്ങും മറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും പ്രവർത്തനം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കൺഫേം ചെയ്യുന്നു മാർക്കസ് മർഹുലാവോ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ക്ലബ്സ് പോസ് ട്രെയിനിങ് ഓവർ ISL നോ ഷോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ. ഇപ്പോൾ വളരെ വിശദമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ഒരൊറ്റ ബിഡ് പോലും ISLുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലിന് വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇനി എന്ന്, എപ്പോൾ, എങ്ങനെ കളി ആരംഭിക്കുന്നതിനെക്കുറിച്ച് AFFന് തന്നെ ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO അഭിക് ചാറ്റർജി ടൈംസ് ഓഫ് ഇന്ത്യയോട് ഇന്നലെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പുറത്തുവിടുന്നത്. അതെങ്ങനെയാണ്? ഞങ്ങൾ ഏതാണ്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഒബ്വിയസ്ലി ക്ലബിനകത്ത് ഉള്ള ആളുകൾ, പ്ലെയേഴ്സ്, സ്റ്റാഫ് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്താണ് തൊട്ട് മുന്നിലുള്ള ഭാവി എന്ന്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും വല്ലാതെ നിരാശരാണ്. നമുക്ക് ഒപ്റ്റിമിസ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. ബട്ട് ഒബ്വിയസ്ലി മുന്നോട്ട് പോകും തോറും തീർച്ചയായിട്ടും ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO പറയുന്നു. അതോടൊപ്പം തന്നെ ഇതാ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് മാർക്കസ് മർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ഫോളോഡ് ഇൻ ദി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ISL ചാമ്പ്യൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആൻഡ് സസ്പെൻഡഡ് ഫസ്റ്റ് ടീം ഓപ്പറേഷൻസ്. നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ ഫസ്റ്റ് ടീം പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. അതേ ഫുഡ് സ്റ്റെപ്സ്, അതേ കാൽപ്പാടുകൾ, ആ ഒരു വഴി പിന്തുടരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഇതാ ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചെന്നൈയിൻ FC പ്ലെയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ദേ ആർ നോട്ട് ഷുവർ വെൻ ദേ ക്യാൻ റെസ്യൂം ട്രെയിനിങ്. എന്ന് ട്രെയിനിങ് ആരംഭിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്ന് ചെന്നൈയിൻ FC പ്ലെയേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞു. അതേസമയം FC ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇപ്പോൾ താരങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ഹോളിഡേയ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ടീമുകളുടെ അവസ്ഥ അതാണ്. ദെൻ സൂപ്പർ കപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റ് ആയിരുന്നല്ലോ BFCക്ക്, സുനിൽ ഛത്രിയുടെ ബംഗളൂരു FCക്ക്. അവർ നവംബർ 12 വരെ ഇപ്പോൾ ബ്രേക്കിലാണ്. പക്ഷേ ഇനി ചില ടഫ് കോൾസ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ക്ലബിലെ അവസ്ഥ. ഒഡീഷ FC ഇതുവരെ പ്രീ സീസൺ ആരംഭിച്ചിട്ട് പോലുമില്ല. എന്തായാലും പല ക്ലബ്ബുകളും താരങ്ങളുടെ സാലറിയും മറ്റുമൊക്കെ സസ്പെൻഡ് ചെയ്യാനും കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വീണുപോയിരിക്കുകയാണ് എന്നുകൂടി ഇതാ മാർക്കസ് മർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.